പൂന്തോട്ടത്തിലെത്തുന്ന ഓരോരുത്തർക്കും ഏറ്റവും ഇഷ്ടം ആ റോസാ ചെടിയായിരുന്നു. കാരണം സൂര്യൻ ഉദിക്കുമ്പോഴേക്കും ഒരുപാട് ഭംഗിയും നിറവുമുള്ള പൂക്കളെ വിരിയിച്ചുകൊണ്ട് അതങ്ങനെ ആകർഷണീയമായി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കള്ളിമുൾ ചെടിയോട് അതിന് വല്ലാത്ത അവജ്ഞയും അവഗണനയുമായിരുന്നു. എന്തൊരു ഭംഗിക്കുറവാണ് നിനക്ക് എന്ന് ഓരോ ദിവസവും അത് കള്ളിമുൾ ചെടിയെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. അവഗണനയും അവജ്ഞയും പരിഹാസവും അപമാനവും എല്ലാം ഉള്ളിലൊതുക്കി കള്ളിമുൾ ചെടി മൗനമായി തന്നെ തുടർന്നു. അങ്ങനെ ഒരിക്കൽ വല്ലാത്തൊരു വേനൽക്കാലം വരവായി. ചെടികൾക്കൊന്നും ആവശ്യത്തിന് വെള്ളം ലഭിക്കാതായി. റോസാ ചെടി വാടി തളരാൻ തുടങ്ങി. അതിൽ വിരിയുന്ന പൂക്കൾക്ക് നിറവും ഭംഗിയുമില്ലാതായി. എന്നാൽ തന്നിൽ സംഭരിച്ചിട്ടുള്ള വെള്ളം കൊണ്ട് കള്ളിമുൾ ചെടി ഊർജ്ജസ്വലമായി തന്നെ തുടർന്നു. ഒരിക്കൽ ആ പൂന്തോട്ടത്തിലേക്ക് ഭംഗിയുള്ള ഒരു കുരുവി പറന്നിറങ്ങി. വാടി തളർന്നു നിൽക്കുന്ന റോസാ ചെടിയെ ഒട്ടുമേ ശ്രദ്ധിക്കാതെ നേരെ കള്ളിമുൾ ചെടിയിൽ പോയിരുന്നുകൊണ്ട്, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, എൻ്റെ ജീവൻ നിലനിർത്താൻ ഒരു തുള്ളി വെള്ളം തരാമോ എന്ന് കള്ളിമുൾ ചെടിയോട് കുരുവി ചോദിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ റോസാ ചെടിക്ക് കാര്യം പിടികിട്ടിയത്. താൻ ഭംഗിയുള്ള പൂക്കളെ വിരിയിച്ചുകൊണ്ട് താൽക്കാലികമായി എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ആകർഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ജീവൻ പ്രദാനം ചെയ്യുന്ന വെള്ളം കൊടുക്കുന്ന കള്ളിമുൾ ചെടി തന്നെയാണ് തന്നേക്കാൾ പ്രധാനപ്പെട്ടത്. ഓരോരുത്തർക്കും അവരവരുടേതായ ഗുണഗണങ്ങളുണ്ട്. അവരെ ഒരിക്കലും അപമാനിക്കാനോ പരിഹസിക്കാനോ ശ്രമിക്കാതിരിക്കുക. നന്ദി.